കുട്ടിക്കാലത്ത് ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട എന്നാൽ പിന്നീട് അതേ കുട്ടിക്കാലത്ത് 24 മണിക്കൂറും ഡിസ്നി ചാനലിട്ട് വെറുപ്പിച്ചൊരു കാർട്ടൂണായിരുന്നു ഡോറേമോൻ. ആ ഒരു ഫാക്ടർ ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറും കാർട്ടൂണും തന്നെയാണ് ഡോറേമോൻ. ഫ്യൂച്ചറിൽ നിന്ന് നോബിതയെ സഹായിക്കാൻ വന്ന ഒരു റോബോട്ടാണ് ഡോറേമോൻ എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എന്താണ് എക്സാക്ട്ലി ഫ്യൂച്ചറിൽ സംഭവിച്ചത്, ഡോറേമോൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, എന്തുകൊണ്ട് ഡോറേമോൻ ടൈം ട്രാവൽ ചെയ്ത് ബാക്കിലേക്ക് വന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് പലർക്കും അറിയില്ല. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഷോർട്ട് ഫിലിം ഡോറേമോൻ്റെ ഒഫീഷ്യൽ ടീം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഒരു ഒഫീഷ്യൽ ഡോറേമോൻ്റെ ഒറിജിൻ ആൻഡ് ബാക്ക് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു ഗെയിമിംഗ് എക്സ്പെൻസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. വർഷം 2112. ലോകം ടെക്നോളജി പരമായി ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ റോബോട്ടുകൾ അവിടുത്തെ ഒരു സാധാരണ കാര്യമാണ്. മിക്ക ഹ്യൂമൻസിനും അവരെ സഹായിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള റോബോട്ട് ഉണ്ടായിരിക്കും. ഈ റോബോട്ടുകളൊക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് പല ആനിമൽസിനെ ബേസ് ചെയ്തുള്ള റോബോട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ പൂച്ചയെ ബേസ് ചെയ്ത് വരുന്ന ക്യാറ്റ് റോബോട്ടുകളെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു മത്സുഷിബ റോബോട്ട് ഫാക്ടറി. ഇവിടുത്തെ ആ ഒരു ക്യാറ്റ് റോബോട്ടുകളുടെ ശരിക്കുള്ള നിറം നീലയാണ്, പക്ഷേ ഇവരതിന് മുകളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് മഞ്ഞ കളറാക്കുകയാണ്. ഇത്തരത്തിൽ ഉണ്ടായ ഒരു മഞ്ഞ ക്യാറ്റ് റോബോട്ടാണ് ഡോറേമോൻ. ക്യാറ്റ് ആയതുകൊണ്ട് തന്നെ 2 ചെവികളുമുണ്ട്. സോ ഡോറേമോൻ അടക്കം ഐഡൻറ്റിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് റോബോട്ടുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് ടൈം പൈറേറ്റ്സിൻ്റെ കടന്നുവരവ്. ടൈം ട്രാവൽ ചെയ്ത് പല കാലഘട്ടങ്ങളിൽ പോയി കുറ്റകൃത്യങ്ങളും മോഷണവും ഒക്കെ ചെയ്യുന്നവരാണ് ഈ ടൈം പൈറേറ്റ്സ്. ഇവരുടെ പുറകെ ഇവരെ പിടിക്കാൻ ഒരു ടൈം പോലീസ് ഫോഴ്സും ഉണ്ട്. അതായത് നമ്മുടെ TV ഒക്കെ ഇല്ലേ, മാർവൽ ലോക്കിയില്ലേ, അതുപോലത്തെ ഒരു സംഘടന. പക്ഷേ ഇതൊരു പ്രോപ്പർ പോലീസ് യൂണിഫോം ഒക്കെ ആയിട്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം കള്ളനും പോലീസ് സംഭവം തന്നെ, പക്ഷേ ഇത് നടക്കുന്നത് ഒരു ടൈം ട്രാവൽ ലെവലിലാണെന്ന് മാത്രം. സോ ബേസിക്കലി ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റ് കാരണം ഒരു ഇലക്ട്രിക്കൽ സർജ് ഉണ്ടാകുന്നു. അത് ഈ മത്സുഷിബ ഫാക്ടറി അഫക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരൊറ്റ റോബോട്ടിലേക്ക് മാത്രമാണ് ഇലക്ട്രിസിറ്റി ചെന്ന് കയറുന്നത്. ബാക്കി റോബോട്ടുകൾക്കൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇലക്ട്രിസിറ്റി ചെന്ന് കയറി ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ച ഒരു ഡിഫക്റ്റീവ് റോബോട്ടായി മാറിയ ആ ഒരു റോബോട്ടാണ് നമ്മുടെ ഡോറേമോൻ. ഈ ഒരു ഇലക്ട്രിക് സർജ് ചെയ്തിട്ട് ഈ റോബോട്ട് നശിച്ചു എന്ന് കരുതി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഒരു ഫൈനൽ ഡിസ്പോസൽ അല്ലെങ്കിൽ ഒരു ഫർണസിലേക്ക് ഡോറേമോനെ ഡിസ്പോസ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് നമ്മൾ ടോയ് സ്റ്റോറി 3 കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം നശിക്കുന്ന ആ ഒരു തീ, ആ ഒരു ഗാർബേജ് ഡിസ്പോസൽ കത്തിച്ച് കളയുന്ന ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഡോറേമോൻ ശരിക്കും ഡിഫക്ട്സ് ഉണ്ടായി എന്നല്ലാതെ പൂർണ്ണമായിട്ട് നശിച്ച ഒരു റോബോട്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ നശിച്ച് ചാവേണ്ട ഡോറേമോനെ പക്ഷേ മറ്റൊരു റോബോട്ട് രക്ഷപ്പെടുത്തുന്നു. ഈ റോബോട്ടാണ് നോറാമിയാക്കോ. ഇതൊരു ഡാൻസർ റോബോട്ട് ക്യാറ്റാണ്. ഒരു ക്യാറ്റ് റോബോട്ട് ആണെങ്കിലും ഡോറേമോനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് ഈ നോറാമിയാക്കോയ്ക്ക് ഉള്ളത്. അവർ അങ്ങനെ ചെറിയ രീതിയിൽ പെട്ടെന്നൊന്ന് കണക്റ്റ് ആവുന്നുണ്ടെങ്കിലും പിന്നീട് ഈ റോബോട്ടിനെ അധികം കാണുന്നില്ല. പിന്നീട് റോബോട്ട് സ്കൂളിലേക്ക് ഡോറേമോൻ തിരിച്ചു പോകുന്നു. അവിടെ ബാക്കിയുള്ളവിടുത്തെ പെർഫോമൻസ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഇലക്ട്രിക് സർജ് ഏറ്റത് കൊണ്ട് ആ ലെവൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ സ്കിൽസോ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ട് മൊത്തത്തിൽ കൈവിട്ടു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഹെഡായിട്ടുള്ള ആൾ തീരുമാനിക്കുകയാണ്, ഡോറേമോൻ എന്തായാലും ഇവരുടെ കൂടെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, സ്പെഷ്യലായിട്ടൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചാലേ പറ്റുമെന്ന്. ഇത്തരത്തിൽ ഡിഫക്റ്റ് വന്നതും അല്ലാത്തതുമായിട്ടുള്ള പല റോബോട്ട്സ് ഇവരുടെ സ്പെഷ്യൽ റോബോട്ട്സ് എന്ന പേരിൽ വേറൊരു സ്കൂളിൽ സെപ്പറേറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഡോറേമോനെ അയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നോറാമിയാക്കോ അവിടെ ഉണ്ട്. അങ്ങനെ ആ ഒരു റീയൂണിയൻ സംഭവിക്കുകയാണ്. പക്ഷേ നോറാമിയാക്കോയും ഡോറേമോനും കമ്പനി ആവുന്നത് വേറെ 2 റോബോട്ടുകൾക്ക് പിടിക്കുന്നില്ല. ഈ റോബോട്ടുകളാണ് ജെയ്ഡസും സുനേക്കുച്ചിയും. ആക്ച്വലി നമ്മുടെ ജിയാൻ്റെയും സുനിയോടെയും ഒരു കാർബൺ കോപ്പിയാണല്ലോ, അതുപോലെ ഇരിക്കുന്ന എക്സാക്റ്റ് 2 ക്യാരക്ടേഴ്സായിട്ടാണ് ജെയ്ഡസിനെയും സുനേക്കുച്ചിയും കൊണ്ടുവരുന്നത്. പിന്നെ ഇവരെ പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചറുണ്ട്, റോബോട്ട് ടീച്ചറുണ്ട്. അത് കണ്ട നമ്മുടെ നോബിതയുടെ ക്ലാസ് ടീച്ചർ ഉണ്ടല്ലോ, പുള്ളിക്കാരനെ പോലെ ഇരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒറിജിനൽ ഡോറേമോൻ സീരീസിൻ്റെ ഒരു പാരല് പോലായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ നോബിതയാണ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പാരലായിട്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ഡോറേമോനെ കാണിക്കുന്നു. അവരുടെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് ഷിസൂക്കയാണുള്ളതെങ്കിൽ ഇവിടെ നോറാമിയാക്കോ ഉണ്ട്. പക്ഷേ ഷിസൂക്കയെക്കാട്ടിലും ഫ്രണ്ട്ലിയാണ് നോറാമിയാക്കോ ഇവിടെ. പിന്നെ ജിയാനും സുനിയോയ്ക്കും പകരം ജെയ്ഡസും സുനേക്കുച്ചിയും ഉണ്ട്. സോ ആദ്യം തന്നെ ഈ നോറാമിയാക്കോവുമായിട്ട് കമ്പനിയാണെന്നുള്ളത് കൊണ്ട് ഡോറേമോനെ ബുള്ളി ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവഞ്ച്വലി ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ പലതരം സ്കില്ലുകൾ പഠിച്ചിട്ട് ഇവരെല്ലാവരും സ്കൂളിൽ നിന്നും ഗ്രാജുവേറ്റ് ആവുകയാണ്. ഇവിടുത്തെ ഗ്രാജുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റേജിൻ്റെ നടുക്ക് നിന്നിട്ട് ഈ റോബോട്ടുകൾ അവരവരുടെ കഴിവുകൾ പ്രസൻറ്റ് ചെയ്യണം. സോ ഈ ഒരു ഇവർ പ്രസൻറ്റ് ചെയ്യുന്ന സംഭവം നേഷൻ വൈഡായിട്ട് എല്ലാ വീടുകളിലും സിറ്റിയിലും ഒക്കെ ആയിട്ട് പോവുകയാണ്. TV ആയിട്ടല്ല, ഒരു ഹോളോഗ്രാഫിക് സെറ്റപ്പിലാണ് പോകുന്നത്. സോ ഇത് കണ്ടിട്ട് രാജ്യത്തുള്ള ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള റോബോട്ടിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെയാണ് റോബോട്ടുകൾ ഹ്യൂമൻസിൻ്റെ കൂടെ കമ്പാനിയൻസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ജെയ്ഡസ്, അതായത് ജിയാൻ്റെ ആ ഒരു പാരലായിട്ടുള്ള റോബോട്ട് ഉണ്ടല്ലോ, പാട്ടൊക്കെ പാടുന്നുണ്ട്. ജിയാൻ്റെ ആ ഒരു ഐക്കോണിക് പാട്ട് പാടലിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സീൻ.
എന്തായാലും ബാക്കി എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും അവസാനത്തെ റോബോട്ടായിട്ടാണ് നമ്മുടെ ഡോറേമോൻ കടന്നു വരുന്നത്. പക്ഷേ ഡോറേമോൻ മൊത്തത്തിൽ മെസ്സപ്പ് ചെയ്യുകയാണ്. മൊത്തത്തിൽ ഡോറേമോൻ പറ്റിയ ഒരു റോബോട്ടേ അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. സോ ആരും അങ്ങനെ തിരഞ്ഞെടുക്കുന്നില്ല. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞ് ആക്സിഡൻ്റലി ഒരു ബട്ടണിൽ കയറി ഞെക്കിയിട്ട് ഡോറേമോൻ സെലക്ട് ആവുകയാണ്. ഈ കൊച്ചു കുഞ്ഞാണ് സെവാഷി. മേ ബി ഡോറേമോനെ കണ്ട് ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കാം സെവാഷി ഞെക്കിയത്. ഒരു കൊച്ചു കുഞ്ഞാണ്, അതിന് വലിയ ഇൻ്റലിജൻസ് ഒന്നുമില്ല. എന്തായാലും ആരും തിരഞ്ഞെടുക്കാനില്ലാത്ത ഡോറേമോനെ ഫൈനലി ഒരാൾ തിരഞ്ഞെടുത്തു. സവാഷിയുടെ പേരൻസിന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ കൊച്ചു കുഞ്ഞിനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലയെന്നായിരുന്നു അവരുടെ ഒരു മൈൻഡ്. അങ്ങനെ സെവാഷി ഡോറേമോനൊപ്പം വളരുകയാണ്. സെവാഷി ആക്ച്വലി നമ്മുടെ നോബിത്തയുടെ കൊച്ചുമകനാണ്. ഡോറേമോൻ ഒറിജിനൽ സ്റ്റോറി എഴുതപ്പെട്ടത് 1980-കളിലാണ്. സോ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കണ്ട ആ ഒരു കാർട്ടൂൺ ഉണ്ടാക്കാതെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും കാലഘട്ടം കഴിഞ്ഞ് 2112 ആയപ്പോഴേക്കും നോബിത്തയുടെ കൊച്ചുമകനായിട്ടാണ് സെവാഷി കടന്നു വരുന്നത്. അങ്ങനെ സെവാഷി ഡോറേമോൻ്റെ കൂടെ വളരുകയാണ്. ഡോറേമോനാണ് സെവാഷിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ഫസ്റ്റ് സീരീസിൽ കണ്ട നോബിത്തയുടെ ഒരു ഏജ് ഒക്കെ സെവാഷി ആയെന്ന് പറയാം. ആ ഒരു സമയത്ത് ഡോറേമോൻ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു 3D ഫിഗർ ഡോറേമോൻ്റെ സെവാഷി ഉണ്ടാക്കിയാണ്. പക്ഷേ ഇതിൻ്റെ ചെവിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇത് സഹായിക്കാൻ വേണ്ടി ഒരു റാട്ട് റോബോട്ട് ഉണ്ട്. റാട്ട് റോബോട്ടിന് പറയുന്നത് ഡോറേമോൻ്റെ ചെവി ഒന്ന് ശരിയാക്കണമെന്ന്. പക്ഷേ റാട്ട് റോബോട്ട് ലിറ്ററലി അതെടുക്കുകയാണ്. ഈ ഒരു ചെറിയ 3D ഫിഗറിനെ നന്നാക്കാതെ നേരെ ഓടിപ്പോയി ഒറിജിനൽ ഡോറേമോൻ്റെ ചെവിയിൽ കയറി പണിയുകയാണ്. അങ്ങനെ ഡോറേമോൻ്റെ ചെവി മൊത്തത്തിൽ അലങ്കോലമായി. ഡോറേമോനെ റോബോട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സോ അവിടെ വെച്ചിട്ട് അവിടുത്തെ റോബോട്ടുകൾ അത്ര കിടിലൻ ഡോക്ടേഴ്സ് ഒന്നുമല്ല, അവരുടെ കയ്യിലും കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്. അങ്ങനെ അവർ അവസാനം ഇവഞ്ച്വലി ഡോറേമോൻ്റെ ഉള്ള ചെവി എടുത്തു കളയുകയാണ്. അങ്ങനെ നമ്മൾ പിന്നീട് കണ്ട ആ ഒരു ഡോറേമോൻ്റെ ഒറിജിനൽ ലുക്ക്, ആ ഒരു ചെവിയില്ലാത്ത ഡോറേമോൻ ലുക്കിലേക്ക് മാറുകയാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും മഞ്ഞ കളറാണ് ഡോറേമോൻ ഉള്ളത്. ഡോറേമോനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഡോറേമോൻ്റെ ക്രഷായ നോറാമിയാക്കോ വരികയാണ്. പക്ഷേ അവൾ ആദ്യം കാണുന്നത് ചെവിയില്ലാത്ത ഡോറേമോനെയാണ്. ഇത് കണ്ടിട്ട് അവൾക്ക് ചിരി നിർത്താനും പറ്റുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഡോറേമോൻ കുറച്ചധികം വിഷമത്തിലാവുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഓടിപ്പോയ ഡോറേമോൻ തൻ്റെ ഈ വിഷമമൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ചീറപ്പ് പോഷൻ കുടിക്കാൻ വയ്ക്കുന്നു. അങ്ങനെ പോക്കറ്റിൽ നിന്ന് ചീറപ്പ് പോഷൻ എടുത്ത് കുടിക്കുന്നുണ്ടെങ്കിലും പണി കിട്ടിയത് പോഷൻ മാറിപ്പോയി എന്നുള്ളതാണ്. ചീറപ്പ് ചെയ്യേണ്ടതിന് പകരം സാഡാകാനുള്ളൊരു പോഷൻ എടുത്താണ് പുള്ളിക്കാരൻ കുടിച്ചത്. അതുകൊണ്ട് തന്നെ ഉള്ള വിഷമം ഇരട്ടിയാവുന്നു. അങ്ങനെ ദിവസങ്ങളോളം ഡോറേമോന് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഈ കരച്ചിലിൻ്റെ ഭാഗമായിട്ട് കരഞ്ഞ് ആ ഒരു വെള്ളം കൊണ്ട് ആ ഒരു മുട്ട കൊണ്ടുണ്ടാക്കിയ മഞ്ഞ കളറില്ലേ അത് പോയിട്ട് ഒറിജിനൽ കളറായി നീലയിലേക്ക് ഡോറേമോൻ മാറുകയാണ്. അങ്ങനെ ഡോറേമോൻ ഒരു ബീച്ചിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞ് കളർ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഡോറാമിയുടെ കടന്നു വരവ്. ഒറിജിനൽ ഡോറേമോൻ സീരീസിൽ ഡോറേമോൻ്റെ സിസ്റ്റർ റോബോട്ടായിട്ട് വന്ന ഡോറാമി ഈ ഒരു ഫ്യൂച്ചറിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. സോ ഡോറാമി ഡോറേമോനെ കാണുന്നു. ആദ്യമായിട്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന മൊമെൻറ്റും ഇത് തന്നെയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കണ്ടുമുട്ടുന്നു. ആൻഡ് ഡോറാമി പറയുകയാണ് ഇതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, ഇതൊക്കെ പോയി കഴിഞ്ഞാലും സ്റ്റിൽ യു ആർ മൈ ബ്രദർ അങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ടൈം പൈറേറ്റ്സ് കൊണ്ട് തിരിച്ചു വരിക. ടൈം പൈറേറ്റ്സിന് പുറകെ ടൈം പോലീസും ഉണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം ചേസ് സീക്വൻസ് ഇല്ലേ അതിൻ്റെ ബാക്കിയായിരിക്കും ഇത്. കാരണം ഇവർ ടൈം ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലോട്ട് പോയിട്ടാണല്ലോ ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിയായിരിക്കും ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ സെവാഷി വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഡോറേമോൻ എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല. സെവാഷി ടൈം പൈറേറ്റ്സ് പിടികൂടുന്നു. എന്നിട്ടൊരു ഹോസ്റ്റേജ് ആയിട്ട് വെക്കുകയാണ്. തങ്ങളെ എന്തെങ്കിലും ചെയ്ത് ഇവനെ കൊന്നു കളയുമെന്ന് പറയുന്നു. ഈ ഒരു സമയത്താണ് ഡോറേമോനെ എൻകറേജ് ചെയ്യുന്നത്. അങ്ങനെ ഡോറേമോൻ വീണ്ടും ഒരു പോർഷൻ എടുത്ത് കുടിക്കുന്നു. പക്ഷേ ഇത് ചിയറപ്പ് പോർഷൻ അല്ലായിരുന്നു, ഇത് സ്പീഡ് കൂട്ടുന്ന പോർഷനായിരുന്നു. ആൻഡ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഓട്ടം നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ ഡോറേമോൻ നിർത്താതെ ഓടുകയാണ്. എന്തായാലും എങ്ങനെയൊക്കെ ഓടി സെവാഷിയെ പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ ഓടി ആ ഒരു ടൈം പൈറേറ്റ്സിൻ്റെ ഷിപ്പിലേക്ക് ഡോറേമോൻ ഇടിച്ചു കയറുകയാണ്. ഇത് കാരണം ഷിപ്പ് ഡാമേജ് ആവുന്നു. അങ്ങനെ മൊത്തത്തിൽ കൺട്രോൾ പോയൊരു ഷിപ്പ് താഴേക്ക് വീഴുകയാണ്. അത് വീഴുന്നത് നമ്മൾ നേരത്തെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു ഗാർബേജ് ഡിസ്പോസൽ അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഫർണസിലോട്ടാണ്. അവിടേക്ക് വീഴാതിരിക്കാൻ ഈ പൈറേറ്റ്സ് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മണ്ടത്തരം കൊണ്ടാണെങ്കിലും സെവാഷിയെ രക്ഷിക്കുകയും ടൈം പൈറേറ്റ്സിനെ ടൈം പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്ത ഡോറേമോനാണ്. അങ്ങനെ ഡോറേമോൻ്റെ അതുവരെയുള്ള ചീത്തപ്പേര് മൊത്തം പോയിന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു ഹീറോ പരിവേഷം തന്നെ കിട്ടിയിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ക്രിസ്മസ് ആണ്. സോ ക്രിസ്മസ് എത്തി. ക്രിസ്മസിന് ഇവരെല്ലാവരും കൂടെ കേക്ക് മുറിക്കുന്ന ഒരു ആഘോഷത്തിലാണ്. അപ്പോൾ അതേ ഒരു കെട്ട് ചെറിയ ഡോറേമോൻ വന്ന് വീഴുന്നു. അതും പഴയ ആ ഒരു ക്യാറ്റ് റോബോട്ടായിട്ടല്ല, ഡോറേമോനെ പോലെ ചെവിയില്ലാത്ത പല കളറിലുള്ള റോബോട്ടുകളാണ് വരുന്നത്. നമ്മൾ ഡോറേമോൻ്റെ ഒറിജിനൽ സീരീസ് കണ്ടുണ്ടായിരുന്ന മിനി ഡോറാസ് എന്ന വേർഷനാണിത്. ടൈം പൈറേറ്റ്സിനെ പിടിച്ചു കൊടുത്തതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണ് ഡോറേമോനെ ഹെൽപ്പ് ചെയ്യുന്ന ഈ മിനി ഡോറാസിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അവിടേക്കഥ സാന്റാക്ലോസായി എത്തിയത് ഡോറേമോൻ്റെ ഒരു പഴയ സ്കൂളിലെ പ്രിൻസിപ്പാളും. അപ്പോൾ സാന്റാക്ലോസിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ലിറ്റിൽ എൽവ്സ് ഉണ്ടല്ലോ, അതിനെയാണ് മിനി ഡോറ എന്ന രീതിയിൽ ഇവിടെ സിംബോളിക്കായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ മിനി ഡോറാസ് ഡോറേമോൻ്റെ കൂടാണുള്ളത്. പിന്നെ ഈ ഒരു ഓട്ടത്തിനിടയിൽ പഴയ ഒരു ഓട്ടത്തിനിടയിൽ ഡോറേമോൻ്റെ മാജിക്കൽ
പോക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ ആ മാജിക്കൽ ഒരു പുതിയ പോക്കറ്റ് ഡോറേമോന് കൊടുക്കുകയാണ്. ഈ ഒരു പോക്കറ്റിൽ പഴയതിനെക്കാട്ടി കൂടുതൽ സാധനങ്ങളും ടെക്നോളജീസും ഒക്കെ ഉണ്ട്. അങ്ങനൊരു പക്ക ഹാപ്പി എൻഡിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെ ഹാപ്പി എൻഡിങ് ഒക്കെ ആയെങ്കിലും പിന്നീട് സവാഷിയുടെ കുടുംബം വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. ഇതിന് കാരണം സവാഷിയുടെ ഈ പറഞ്ഞ ഗ്രേറ്റ് ഫാദറായ നോബിത്ത കാണിച്ച മണ്ടത്തരങ്ങൾ കൊണ്ടിട്ട് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് തിരുത്തി ഇവർക്ക് ഒരു നോർമൽ ലൈഫ് കിട്ടണം, ഈ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നോബിത്തയുടെ ആക്ഷൻസ് ഇല്ലാതാക്കണം. ാണ് ഡോറേമോനെ ടൈം ട്രാവൽ ചെയ്ത് സവാഷി അയക്കുന്നത്. അങ്ങനെയാണ് നോബിത്തയുടെ ഡ്രോയറിലേക്ക് സവാഷി കടന്നു വരുന്നതും നമ്മൾ കണ്ട ഒരു ഒറിജിനൽ ഡോറേമോൻ സീരീസിൻ്റെ മുഴുവൻ കഥകളും നടക്കുന്നതും. സത്യം പറഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഡോറേമോൻ്റെ ക്രിയേറ്ററായ ഫുജിക്കോ ഫുജോയുടെ റിയൽ ലൈഫ് സ്റ്റോറി കാണിച്ചുകൊണ്ടാണ്. അതായത് പുതിയൊരു മാങ്ക സീരീസ് ഫുജിക്കോ ഫുജോയ്ക്ക് തുടങ്ങണം, പക്ഷേ പുള്ളിക്കാരന് ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഇരുന്ന് ഉറങ്ങിപ്പോവാണ്. ആ ഉറക്കത്തിലാണ് നമ്മൾ ഈ പറഞ്ഞൊരു ഹോൾ ഷോർട്ട് ഫിലിം പുള്ളിക്കാരൻ കാണുന്നത്. അവിടുന്ന് പിന്നീട് സിനിമയുടെ അവസാനം പുള്ളിക്കാരൻ എഴുന്നേൽക്കുന്നു. അങ്ങനെ ഒരു ഐഡിയ മാങ്കയായിട്ട് മാറ്റാം എന്നൊരു ഇതിലോട്ട് പുള്ളി വരുന്നു. ഇതാണ് ശരിക്കും ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു നറേറ്റീവ്. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട എന്നുള്ളത് കൊണ്ടും മെയിനായിട്ട് ആ ഒരു ഒറിജിൻ സ്റ്റോറി ഡോറേമോൻ എങ്ങനെയാണെന്ന് അറിയണം എന്നാണ് ഒരു വീഡിയോയുടെ പർപ്പസ് എന്നുള്ളത് കൊണ്ടുമാണ് തുടക്കത്തിൽ ഇത് പറയാതിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചൈൽഡ്ഹുഡിൽ ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ട് ഡോറേമോൻ എന്ന കാർട്ടൂണിൻ്റെ പ്രോപ്പർ ബാക്ക് സ്റ്റോറി എന്താണെന്ന് എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ കാർട്ടൂൺ ആൻഡ് ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്.